to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. ഒന്ന് ഒരു ഹെയർ ഓയിൽ ആണ്, ഒന്ന് ഒരു ക്ലെൻസിങ് ബാം ആണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് ബാം ആണ്. ഈ ഹെയർ ഓയിൽ കുറച്ച് ഹൈ എൻഡ് ആണ്, പക്ഷെ സൂപ്പർബായിട്ടുള്ള നല്ലൊരു ആയുർവേദിക് ഹെയർ ഓയിലാണ്. അപ്പം എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണും. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഒട്ടും സമയം കളയാതെ നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റിലേക്ക് പോകാം. ആദ്യത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നല്ലൊരു ഹെയർ ഓയിലിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് കാമ ആയുർവേദയുടെ ബ്രിങ്കാത്തി ഹെയർ ട്രീറ്റ്മെൻറ്റ് ഓയിൽ ആണ്. കുറച്ച് ഹൈ എൻഡ് ആണ്, കുറച്ച് പ്രൈസിയാണ് ഈ ഒരു എണ്ണ. പക്ഷേ ഓരോ പൈസയും വർത്താണ് എന്ന് പറയില്ല. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ എമൗണ്ടും വർത്താണ്. അടിപൊളിയായിട്ടുള്ളൊരു എണ്ണയാണ്. ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് 250 ml ഒരു ബോട്ടിലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഞാനും ഹരിയും ഇത് കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. നമുക്ക് പ്രൈസിയാണ് 1295 റുപ്പീസാണ് ഇതിന് ഈ ഒരു ബോട്ടിലിന് പ്രൈസ് വരുന്നത്. നമുക്ക് കാമായുർവേദയുടെ സൈറ്റിൽ, അവരുടെ കടയിൽ, നൈക്കയിൽ, ആമസോണിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എന്തായാലും താഴെ നൈക്കത്തെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കോളൂ. വളരെ നല്ലൊരു ഹെയർ ഓയിലാണ്. മുടി കൊഴിച്ചിലിനും താരൻ പോകാനും ഒക്കെ ഞങ്ങൾക്ക് തലയിൽ, എൻ്റെയും ഹരിയുടെയും തലയിൽ താരനുണ്ട്. അതെല്ലാം അത്യാവശ്യം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൊരു എണ്ണയാണ്. മുടി വളരാനും വളരെ നല്ലൊരു ബ്രിങ്കാത്തി ഹെയർ ഓയിലാണ്. മണക്കുമ്പോൾ തന്നെ അറിയാം ഇത് ആയുർവേദ ഇൻഫ്യൂസ്ഡ് ആണ്. ഇതിൽ ഈ ഒരു എണ്ണയിൽ നമുക്ക് മൈലാഞ്ചി, നെല്ലിക്ക, താളിയുടെയൊക്കെ ഒരു മണം നമുക്ക് എന്തായാലും വരും. ഇതൊരു തിക്ക് ഓയിലാണ്, നല്ല തിക്ക് ഓയിലാണ്. പിന്നെ എത്ര പേര് എന്നെ മാതിരി ചെയ്യുന്നുണ്ടെന്നുള്ള അറിയില്ല. മുടി നല്ലോണം വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് പണ്ടെല്ലാം ഞാൻ നിറയെ എണ്ണ തലയിൽ തേക്കുമായിരുന്നു. പക്ഷേ അത് ആക്ച്വലി അത്ര ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് എണ്ണ മതി നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഓവർനൈറ്റോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. 1 മണിക്കൂർ തല ഇത്രയും മാക്സിമം അബ്സോർബ് ചെയ്യുള്ളൂ. 1 മണിക്കൂർ നന്നായിട്ട് മസാജ് ചെയ്തിട്ട്, 1 മണിക്കൂറല്ല 5-10 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് 1 മണിക്കൂർ ലീവ് ചെയ്യുക. അതിനുശേഷം ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ലൊരു ഹെയർ ഓയിലാണ് മുടി വളരാൻ. ഇതിലെല്ലാ കാര്യങ്ങളും വേണ്ട നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടോ. സോ താരനുള്ളവർക്ക്, മുടി കൊഴിച്ചിലുള്ളവർക്ക്, ഗ്രേ ഹെയർ ഉള്ളവർക്കും, അതായത് നരച്ച മുടി ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ്. ചെറിയ സൈസ് മതിയെങ്കിൽ ചെറിയ സൈസ് വാങ്ങാമല്ലോ, അത് മതി. ഇഷ്ടമായെങ്കിൽ മാത്രം വലിയ സൈസിലേക്ക് പോയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ട്രയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നൈക്കയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഒരു ക്ലെൻസിങ് ബാമാണ്. മേക്കപ്പ് ആയാലും സൺസ്ക്രീൻ ആയാലും ഒക്കെ നമ്മൾ ഡെയിലി ഡബിൾ ക്ലെൻസ് ചെയ്താലേ മുഖം നല്ല കുരു വരാതെയും പോർസും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്ലെൻസിങ് ബാമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ ഇത് പ്ലമ്മിൻ്റെ ക്ലെൻസിങ് ബാമാണ്. ഇത് ഡബ്ബ കാലിയാണ് കേട്ടോ. ഞാനൊരു കഴിഞ്ഞ 1 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 2-3 ബോട്ടിലാണ്. ഇതും കഴിഞ്ഞു. ഇനി അടുത്ത ബോട്ടിൽ പർച്ചേസ് ചെയ്യണം, അടുത്ത ഡബ്ബ പർച്ചേസ് ചെയ്യണം. ഇത് പ്ലമ്മിൻ്റെ ഇലൂമിനസ് സിമ്പിൾ സപ്പിൾ ക്ലെൻസിങ് ബാം. ഇതാണ് നമ്മുടെ ബോട്ടിൽ വരുന്നത്. ഇതിലൊരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് ബാമാണ് വരുന്നത്. നല്ല മണമാണ്. ചെറിയൊരു എന്താ പറയുക, നല്ലൊരു മണം ആണ് ഇതിനുള്ളത്. ഈ ഒരു ക്ലെൻസിങ് ബാമിന് ഫ്രേഗ്രൻസ് ഫ്രീ അല്ല, പിന്നെ പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, ക്രുവൽറ്റി ഫ്രീ ഒക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. പൊതുവേ പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം അങ്ങനെയാണ്. ഇത് പ്രൈസ് വരുന്നത് 545 റുപ്പീസാണ്. നമുക്ക് 90 ഗ്രാംസ് ആണ് മൊത്തം പ്രൊഡക്റ്റ് വെയിറ്റ് വരുന്നത്. അത്യാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. സൺസ്ക്രീൻ ആണെങ്കിലും ഡബിൾ ക്ലെൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്, സൺസ്ക്രീൻ തേച്ചാലും. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ക്ലെൻസിങ് ബാമാണ് ഈ ഒരു പ്രൊഡക്റ്റ്, പ്ലമ്മിൻ്റെ ഇലൂമിനസ് ക്ലെൻസിങ് ബാം. അപ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്കിത് ഏകദേശം ഒരു ഡബ്ബ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു
എനിക്കൊരു 7-8 മാസം നിന്നിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. കാരണം ചെറിയൊരു കോയിൻ സൈസ് മതി നമുക്ക് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് മസാജ് ചെയ്യാനും നല്ലൊരു ക്രീമി ടെക്സ്ചറിലൊക്കെ വരും. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം നമ്മൾ മേക്കപ്പ് ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും രാത്രി തേച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ തേച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും മുഖം കഴുകിയിട്ടാണല്ലോ എല്ലാവരും കിടക്കുക. അപ്പം മുഖം കഴുകുന്നതിന് മുന്നേ ആയിട്ട് ഇത് കുറച്ച്, മുഖം നനയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് കുറച്ച് ചെറിയൊരു കോയിൻ സൈസ് എമൗണ്ട് എടുക്കുക, ചെറിയൊരു ഡോളപ്പ് എടുക്കുക. എന്നിട്ട് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു കോട്ടൺ കൊണ്ടോ നനഞ്ഞ കോട്ടൺ കൊണ്ടോ അല്ലെങ്കിൽ നനഞ്ഞൊരു തുണി കൊണ്ടോ ഒന്ന് തുടച്ചെടുക്കാം. ഇല്ലെങ്കിൽ മുഖം കഴുകുകയും ചെയ്യാം. ഞാൻ എപ്പോഴും തുടച്ചാണ് എടുക്കുന്നത്. തുടച്ച ശേഷം പിന്നെ സാധാരണ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകുകയാണ് ചെയ്യുന്നത്. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്ലെൻസിങ് ബാമാണ്. ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. ഇതും എർത്തറുതുമാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. എർത്തറുതത്തിന് ഇപ്പം എന്തോ ഒരു കൺസിസ്റ്റൻസിയിലെ പ്രശ്നമുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം, അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു 2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. ഞാൻ 2ൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.